പണ്ടുകാലം മുതൽക്കേ ഒരുപാട് പ്രാധാന്യമുള്ളതും ഉപയോഗിക്കുന്നതുമായ ഒരു ഔഷധിയാണ് തഴുതാമ എന്ന സസ്യം. ഇന്ത്യയിലുടനീളം തുറസായ സ്ഥലങ്ങളിലും വഴിയോരങ്ങളിലും കാണപ്പെടുന്ന നിത്യഹരിത സസ്യമാണ് തഴുതാമ. ധാരാളം ശാഖകളോടുകൂടി നിലം പറ്റി വളരുന്ന ഈ ഏകവർഷിയായ ഔഷധി കേരളത്തിലുടനീളം സമൃദ്ധമായി വളരുന്നു. പുഷ്പങ്ങളുടെയും തണ്ടിൻ്റെയും നിറത്തെ ആധാരമാക്കി ചുവന്ന തഴുതാമ എന്നും വെള്ളത്തഴുതാമ എന്നും രണ്ട് തരത്തിൽ തരംതിരിച്ചിട്ടുണ്ടെങ്കിലും രണ്ടിനും ഒരേ ഔഷധ ഗുണമാണുള്ളത്. സംസ്കൃതത്തിൽ ഈ സസ്യം പുനർനവ എന്നറിയപ്പെടുന്നു. നശിച്ചുപോയ കോശങ്ങളെ പുനർജീവിപ്പിക്കാനുള്ള കഴിവുള്ളത് കൊണ്ടാണ് ഈ സസ്യത്തിന് പുനർനവ എന്ന പേര് ലഭിച്ചതെന്ന് പറയപ്പെടുന്നു. ഇംഗ്ലീഷിൽ ഈ സസ്യം ടാർ വൈൻ എന്നറിയപ്പെടുന്നു. നിക്ടാജിനേസി സസ്യകുടുംബത്തിലെ ഈ ഔഷധിയുടെ ശാസ്ത്രനാമം ബൊറേവിയ ഡിഫ്യൂസ എന്നാണ്. സസ്യത്തിൻ്റെ ഓരോ മുട്ടിലും വലിപ്പ വ്യത്യാസമുള്ളതും കട്ടി കൂടിയതുമായ ഇലകൾ കാണപ്പെടുന്നു. പരുപരുത്തതും പെട്ടെന്ന് പൊട്ടുന്ന ഇലകളുമാണ് ഈ സസ്യത്തിൻ്റേത്. ഇലകൾ ഒരു വശത്തേക്കാണെങ്കിൽ മറുഭാഗത്ത് നീണ്ട തണ്ടുകളോടുകൂടി പൂങ്കുല ഉണ്ടായി വരും. ഒരു പൂങ്കുലയിൽ 8 തൊട്ട് 10 പൂക്കൾ വരെ കാണാൻ സാധിക്കും. പൂക്കൾ തീരെ ചെറുതും പിങ്ക് നിറത്തിലും കാണപ്പെടുന്നു. ഉരുണ്ട് തവിട്ട് നിറത്തിലെ ഫലത്തിൽ ഒരു വിത്ത് മാത്രമേ കാണപ്പെടാറുള്ളൂ. വിത്ത് മുഖേനയാണ് വംശവർദ്ധനവ് നടത്താറുള്ളത്. ഈ സസ്യത്തിൻ്റെ തണ്ടുകൾ പച്ച നിറത്തിലോ പർപ്പിൾ നിറത്തിലോ കാണപ്പെടാറുണ്ട്. പർപ്പിൾ നിറത്തിലെ തണ്ടുകൾ അടങ്ങിയ തഴുതാമയുടെ ഇല മറിച്ചു നോക്കിയാൽ അതിൻ്റെ അടിവശവും പർപ്പിൾ നിറത്തിൽ കാണാൻ സാധിക്കും. മണ്ണിൽ തൊട്ടുകിടക്കുന്ന തണ്ടിൻ്റെ മുട്ടുകളിൽ നിന്നും ചെടി വേരുകൾ ഉൽപ്പാദിപ്പിക്കാറുണ്ട്. ചെടിയുടെ വേരോടുകൂടിയ തണ്ടും നടീൽ വസ്തുവായി ഉപയോഗിക്കാം. നന്നായി നീർവാർച്ചയുള്ളതും നേരിട്ട് സൂര്യപ്രകാശം ലഭിക്കുന്നതുമായ ഇടങ്ങളിൽ ഈ സസ്യം നട്ടുവളർത്താവുന്നതാണ്. ഇല, വേര് ചില സന്ദർഭങ്ങളിൽ സമൂലമായും ഔഷധത്തിന് ഉപയോഗിക്കുന്നു. കർക്കിടക മാസത്തിലെ 10 ഇല തോരൻ വെക്കുന്നതിലെ ഒന്ന് തഴുതാമയാണ്. ഇളം തണ്ടും ഇലകളുമാണ് ഉപയോഗിക്കുന്നത്. തഴുതാമയുടെ വേരുകളിൽ റോട്ടിനോയിഡ് വിഭാഗത്തിൽപ്പെട്ട ബൊറാവിനോൺ, പുനർനവോസൈഡ് എന്നീ രാസവസ്തുക്കൾ കാണപ്പെടുന്നു. കൂടാതെ ചെടിയുടെ മറ്റു ഭാഗങ്ങളിൽ പുനർനവിൻ, ബീറ്റ എക്ടൈസോൺ, ഹെൻറിയ കോണ്ടേൻ എന്നിവയും അടങ്ങിയിട്ടുണ്ട്. ഹൃദയത്തെയും വൃക്കയെയും ഒരുപോലെ ഉത്തേജിപ്പിക്കുകയും തടി കുറയ്ക്കാനും ശരീരത്തിലെ കെട്ടിക്കിടക്കുന്ന അനാവശ്യ കൊഴുപ്പ് പുറന്തള്ളാനും തഴുതാമ സഹായിക്കുന്നു. തഴുതാമയിലെ തോരൻ വെച്ച് പതിവായി കഴിച്ചാൽ ഹൃദ്രോഗം മാറിക്കിട്ടും. തഴുതാമ വേര്, ഞെറിഞ്ഞിൽ ഇവ 12 ഗ്രാം വീതം, വേപ്പിൻ തൊലി, പടവലം, ചുക്ക്, കടുകുരോഹിണി, അമൃത്, മരമഞ്ഞൾ തൊലി, കടുക്കാത്തോട് ഇവ 4 ഗ്രാം വീതം 1.5 ലിറ്റർ വെള്ളത്തിൽ കഷായം വെച്ച് കുടിച്ചാൽ വൃക്കരോഗത്തിന് ശമനമുണ്ടാകും. മൂത്രക്കല്ലിനും മൂത്രസംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും തന്നെ തഴുതാമ ഒരു ഉത്തമ ഔഷധമായി ഉപയോഗപ്പെടുത്താവുന്നതാണ്. തഴുതാമയിൽ പൊട്ടാസ്യം നൈട്രേറ്റ് അടങ്ങിയിരിക്കുന്നത് കൊണ്ട് അതിൻ്റെ വേരിട്ട് തിളപ്പിച്ച് വെള്ളം കുടിച്ചാൽ മൂത്രതടസ്സം മാറിക്കിട്ടും. തഴുതാമ, ഞെറിഞ്ഞിൽ, വയൽച്ചുള്ളി ഇവയിട്ട് വെള്ളം തിളപ്പിച്ച് വെള്ളം കുടിച്ചാൽ മൂത്രാശയ സംബന്ധമായ അസുഖം ശമിക്കുകയും മൂത്രത്തിലെ കല്ല് മാറിക്കിട്ടുകയും ചെയ്യും. ഗർഭിണികൾക്ക് കാലിലുണ്ടാകുന്ന നീർക്കെട്ടിനും മൂത്രത്തിലെ പഴുപ്പിനും മൂത്രക്കടച്ചിലിനും മൂത്രതടസ്സത്തിനും ഈ ഔഷധക്കൂട്ട് പ്രതിവിധിയായി ഉപയോഗിക്കാറുണ്ട്. ശരീരത്തിൽ ഉണ്ടാകുന്ന നീർക്കെട്ടിനും കഫക്കെട്ടിനും തഴുതാമയില തോരൻ വെച്ച് കഴിക്കുന്നത് ഗുണം ചെയ്യും. പക്ഷവാത സംബന്ധമായ രോഗങ്ങൾ, മൂലക്കുരു എന്നീ രോഗങ്ങൾക്ക് വളരെ ഫലപ്രദമാണ് ഈ ഔഷധി. പിത്തം കൂടിയ അവസ്ഥ, ഒരുപാട് വിയർക്കുന്ന അവസ്ഥ എന്നിവയ്ക്കെല്ലാം തന്നെ തഴുതാമ ഉപയോഗപ്പെടുത്താം. വിറ്റമിൻ സി, സോഡിയം, അയേൺ, കാൽഷ്യം ഇവയെല്ലാം ധാരാളമായി അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ടെൻഷൻ കുറയ്ക്കാനും ദഹനപ്രക്രിയ സുഗമമാക്കാനും വിശപ്പുണ്ടാക്കാനും സഹായകമാണ്. കണ്ണിൻ്റെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കാനും തിമിരം ഭേദപ്പെടുത്താനും ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാനും യൂറിയ, ക്രിയാറ്റിൻ എന്നിവ മെയിൻറ്റെയിൻ ചെയ്യാനും കിഡ്നി നല്ല രീതിയിൽ ഫങ്ഷൻ ചെയ്യാനും തഴുതാമ സഹായിക്കുന്നു. തലവേദന അകറ്റാനും ഉറക്കമില്ലാത്ത അവസ്ഥയ്ക്കും കുഷ്ഠരോഗം, പലതരത്തിലുള്ള സ്കിൻ ഡിസീസിനും തഴുതാമ ഉപയോഗിക്കാറുണ്ട്.
തഴുതാമ ഒരു ഔഷധമായിട്ട് മാത്രമല്ല, ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ ഒട്ടനവധി രോഗങ്ങളിൽ നിന്നും നമുക്ക് മോചനം ലഭിക്കും. നമ്മുടെ കരളിനെയും വൃക്കയെയും കണ്ണിനെയും ത്വക്കിനെയും ഹൃദയത്തെയും ഒരുപോലെ സംരക്ഷിക്കുകയും തലവേദന, മലബന്ധം, സ്കിൻ ഡിസീസ് പോലുള്ള ഒട്ടനവധി രോഗങ്ങൾ മാറ്റാൻ കഴിവുള്ളതുമായ തഴുതാമ ഒരു ദിവ്യ ഔഷധം തന്നെയാണ്. അതുകൊണ്ട് തന്നെ പുനർനവ എന്ന പേര് ഈ സസ്യത്തിന് എന്തുകൊണ്ടും ഉചിതമാണ്.